സൈന്യവുമായി വരവിൽ ഞാൻ ചേരും. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ഓ ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെ. ഓ എല്ലാരും ചേർന്ന് യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെ. അന്ത്യശ്വാസം വരെ. എല്ലാം വരുന്നുണ്ട്. ഓ ആ ശരീരത്തിൽ let there be miracles, Father. Let your love ഇപ്പോൾ പാടിയതുപോലെ തന്നെ ആ ക്രൂശിൽ, ആ സ്നേഹത്തിൽ, ആ ക്രൂശിൽ നിന്ന് ഒഴുകുന്ന സൗഖ്യം ഞങ്ങൾ വിശ്വാസത്താൽ എടുക്കുന്നു. ആ വിശ്വാസം ഞങ്ങൾ എടുക്കുന്നു. ആ ശരീരത്തിലൊക്കെ ഒന്ന് കൈവച്ച് ആ ക്രൂശിൽ നിന്ന് ആ ഒഴുകുന്ന ഹല്ലേലൂയ. എല്ലാരും ആ ക്രൂശ് കാണുമ്പോൾ അയ്യോ കർത്താവേ ദുഃഖം ഉണ്ടായിരുന്നു അല്ലേ? ആര് ദുഃഖിച്ചു അന്ന്? പിതാവാം ദൈവം എന്തിനു വേണ്ടി? ആ പുത്രനെ. They used to be in a council and for a moment God was ready to step out of his council, where it is God always speaking to God and always speaking to God. Why? So that he can create that perfect heaven for his children. And God was ready to step down. ഒന്ന് ഓർത്ത് നോക്കിക്കേ, യുഗങ്ങൾ പിരിയാത്ത. You cannot understand the concept of time, your dates, your years. വചനം എടുത്ത് പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, എന്റെ ദൈവത്തിന് ഒരു ദിവസം 1000 വർഷം പോലെ, 1000 വർഷം ഒരു ദിവസം പോലെ. You cannot fit him into time. ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇന്നത്തെ ലൈവ് മീറ്റിംഗിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു അത്ഭുത സാക്ഷ്യവും തുടർന്ന് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത് സെൻട്രൽ ഡയസിസിൽ നിന്നും വിനീത് റാം ബ്രദറാണ്. ഓവർ ടു വിനീത് ബ്രദർ. ഗോഡ് ബ്ലെസ് യു. മീ ടു സിസ്റ്ററെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ SCV ഉത്സവ് ചാനലിലൂടെ ലോകമെമ്പാടും വി ആർ നോട്ട് എ റൈസ് ആൻഡ് ഷൈൻ എന്ന ഈ ലൈവ് മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരോടും
ഇന്നും യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് തന്റെ ഇടമുണ്ട്. അത്തരത്തിലുള്ളൊരു സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്കറിയാം, ബൈബിളിൽ നമ്മള് പിറവിയിലെ കുരുടനായ ബർത്തിലോമയെ യേശു തൊട്ട് സൗഖ്യമാക്കിയ സംഭവം അല്ലെങ്കിൽ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. പലരോടും ഇത് പറയുമ്പോൾ അവർ പറയും അത് വർഷങ്ങൾക്ക് മുൻപ് നടന്നതല്ലേ, കിലോമീറ്ററുകൾ അപ്പുറം നടന്നതല്ലേ. പക്ഷേ നമ്മുടെ ഈ അടുത്ത് കോതമംഗലത്ത് കർത്താവ് തൊട്ട് കണ്ണു തുറന്ന അത്ഭുത സാക്ഷി ഇന്ന് നമ്മുടെ കൂടെ കോതമംഗലം സ്വർഗീയ വിരുന്നിൽ നിന്നും സിജു ബ്രദറും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ലീന സിസ്റ്ററും ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ എല്ലാ ഡോക്ടർമാരും പറഞ്ഞു എന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും, മാത്രമല്ല കണ്ണെടുത്ത് മാറ്റണം. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ കർത്താവിന്റെ ദാസൻ തോമസ് ബ്രദർ സിജു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കണ്ണ് തുറന്നതും ആയിട്ടുള്ള സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വായ്മൊഴിയായി തന്നെ നമുക്ക് അത് കേൾക്കാം. സിജു ബ്രദറെ, ആ യേശു തൊട്ട് സിജുവിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത കഥ, ആ സാക്ഷ്യം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഞാൻ 2004 മുതല് സത്യത്തിൽ എന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വന്നത് 2004 പക്ഷെ കർത്താവ് 2004 എന്റെ അമ്മയുടെ ഉദരത്തിന് മുന്നമേ എന്നെ കണ്ടതാണ് കർത്താവ്. ആ കർത്താവിനെ ഞാൻ 2004 എനിക്ക് എന്റെ ഹൃദയത്തിൽ കാണാൻ പറ്റുള്ളൂ. 2004 എന്റെ കണ്ണിന് ഒരു അസുഖം വരികയും കണ്ണിനൊരു ചുമപ്പും വേദനയൊക്കെ ആയിട്ട് കടിയും അങ്ങനെ അസ്വസ്ഥയായിട്ട് ഞാൻ ഡോക്ടറെ കാണുകയും കോതമംഗലത്ത് തന്നെയുള്ള ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണുകയും ഡോക്ടർ എനിക്ക് മരുന്നും അങ്ങനെ ട്രീറ്റ്മെന്റും തന്നു. പക്ഷെ ഒരാഴ്ച ഞാൻ ആ മരുന്ന് കണ്ടിന്യൂ ചെയ്തെങ്കിലും എന്റെ കണ്ണിന് യാതൊരുവിധ കുറവോ ഒരു വ്യത്യാസമോ കാണാതിരിക്കുകയും അങ്ങനെ ഞാനൊരു സർക്കാർ സർവീസിൽ ഉള്ള ആളാണ്. എനിക്ക് എന്റെ ജോലിയുടെ സംബന്ധമായിട്ട് തുടർച്ചയായിട്ട് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എന്റെ കണ്ണിന് വീണ്ടും അസുഖം കൂടി ഏതല്ലാതെ ഡോക്ടർ വീണ്ടും പറഞ്ഞു മാറിക്കോളും എന്ന് പറഞ്ഞ് എനിക്ക് മെഡിസിൻസ് തന്നു. പക്ഷെ വീണ്ടും ഞാൻ മെഡിസിൻ കഴിച്ചിട്ടും കണ്ണിന് അസുഖം കൂടി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും വേറൊരു ഡോക്ടറെ കണ്ടു. വേറൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ എന്നെ കണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾ വേറെ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോക്കോ. അങ്ങനെ എന്നെ പറഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് പറഞ്ഞ് അയച്ചു. പക്ഷെ എന്റെ ജീവിതപങ്കാളി കോതമംഗലത്ത് തന്നെ ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടു, ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. ഡോക്ടറും പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ണിന്റെ അവസ്ഥ വഷളാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലായ അങ്കമാലി ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ ഡോക്ടറെ കണ്ടോളാൻ പറയും. അങ്ങനെ ഞങ്ങള് പിറ്റേ ദിവസം ഞാനും വൈഫിന്റെ ചേച്ചികളും കൂടി ഞങ്ങൾ ഇങ്ങനെ അങ്കമാലി ഹോസ്പിറ്റലിൽ ചെന്നു. അങ്കമാലി ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിന് എന്റെ ഒരു ഡോക്ടർ നോക്കി. എന്നിട്ട് അവിടെ ഒരു 9 ഡോക്ടർമാരുടെ ഒരു പാനലാണ് പിന്നെ എന്നെ നോക്കിയത്. എന്റെ കണ്ണിൽ നിന്ന് എന്റെ സ്വാബൊക്കെ എടുത്ത് അവര് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, സഹോദര, എന്നോട് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, എനിക്കറിയില്ല, ഞാനന്ന് കർത്താവിനെ അറിയോ ഒന്നും ചെയ്യാത്തൊരവസ്ഥ. അന്ന് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച, വലത് കണ്ണിന് കാഴ്ച കിട്ടാൻ പ്രയാസമാണ്. തുറന്നു പറയാണ്, നിങ്ങൾക്കിപ്പോ 2 കണ്ണുള്ള ഒരു ഇടത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമല്ലോ, എത്രയും പെട്ടെന്ന് വലത് കണ്ണ് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന് ഇടത് കണ്ണിന് കൂടി ഈ അസുഖം ബാധിക്കും, നിങ്ങൾ ജന്മ അന്ധനായി പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും. അങ്ങനെ പക്ഷെ നമ്മുടെ ആ സമയം നമ്മൾ ലോകത്ത് ഒന്നിനും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയായി പോയി. നമ്മൾ ആരും ലോകത്തിലുള്ള പണത്തിനോ വേറെ ഡോക്ടർമാർക്കോ വൈദ്യശാസ്ത്രത്തിനോ ഒന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് ഈ ഡോക്ടർമാരുടെ വായിൽ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ വായിൽ നിന്ന് നല്ലൊരു ശുഭവാർത്ത വരുമെന്ന് ഓർത്ത് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും നമ്മളെ കൈയൊഴിഞ്ഞൊരവസ്ഥയാണ്. അങ്ങനെ നിന്നു. എന്നെ ഒരു 3 ദിവസത്തേക്ക് അവിടെ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ ചികിത്സിച്ചു. പക്ഷെ ഡോക്ടർ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ കണ്ണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കണ്ണ് എടുത്തു കളയണം എന്ന രീതിയിൽ നമ്മളോട് സംസാരിച്ചു. പക്ഷെ നമ്മുടെ ജീവിതം മൊത്തം തകർന്നു പോയൊരവസ്ഥ. ഞാൻ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ വന്ന സമയത്ത് വൈഫിന്റെ കൂടെ എനിക്ക് വേണ്ടിയിട്ട് സ്വന്തക്കാരും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ പ്രാർത്ഥിച്ചു.
പക്ഷെ എനിക്ക് മാത്രം എന്റെ ജീവിതത്തിൽ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിത പങ്കാളിയുടെ കൂടെ ജോലി ചെയ്യുന്ന കോതമംഗലത്തെ സഭയുടെ തന്നെ മുൻപന്തിയിൽ നിന്ന ഞങ്ങളെല്ലാം വിശ്വാസത്തിലേക്ക് നയിച്ച നിമ്മി എന്ന് പറഞ്ഞ സഹോദരി ഇപ്പോഴായാലും ദൈവസന്നിധിയിൽ മാറ്റപ്പെട്ടു. ഇപ്പോൾ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ചേച്ചി നമ്മുടെ തോമസ് കുട്ടി ബ്രദറിന്റെ ഒരു നമ്പർ എന്റെ വൈഫിന് കൊടുക്കുകയും ഞങ്ങള് അന്ന് ഈ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും കൂടുതലായിട്ടുള്ള സമയത്തല്ല, നമ്മൾ അങ്ങനെ ദേവദാസനെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ തോമസ് കുട്ടി ബ്രദറിന്റെ നമ്പർ തരികയും തോമസ് കുട്ടി ബ്രദർ ഞങ്ങൾ ആ സമയത്ത് വിളിച്ച സമയം തോമസ് കുട്ടി ബ്രദർ നമ്മൾ കേരളത്തിലില്ല, പുറത്തെവിടെയോ മീറ്റിംഗിലാണ്. പക്ഷെ തോമസ് കുട്ടി ബ്രദർ ആ സമയം ഫോൺ എടുക്കുകയും നമ്മളോട് സംസാരിക്കുകയും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. തോമസ് കുട്ടി ബ്രദർ പറഞ്ഞതാണ്, സഹോദര, നീ ഏത് അവസ്ഥയിലോ നീ ഏത് മതക്കാരനാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ കർത്താവ് നിന്നെ തൊട്ടാൽ നിനക്ക് പൂർണ്ണ സൗഖ്യം കിട്ടും. നീ അത് വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം വെളിച്ചപൂർണ്ണമാകും. അങ്ങനെ പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ എന്റെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം. എന്നാന്ന് വെച്ചാൽ നമ്മൾ ലോകത്തെല്ലായിടത്തും കൈവിടപ്പെട്ടു പോയ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. എന്റെ കർത്താവ് എന്നെ തൊട്ടു എന്ന്. പക്ഷെ എനിക്കറിയില്ല, അന്നൊന്നും കർത്താവാണോ എന്നോട് സംസാരിക്കുന്നത്, എനിക്ക് ധൈര്യം തരുന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഈ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോ ഈ ഡോക്ടർമാര് എന്നെ വീണ്ടും പരിശോധിച്ചു. എനിക്ക് ശരിക്കും നല്ല അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർണിയല് അൾസറാണ്. ആ അൾസർ വന്നിട്ട് അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് മാറിയതാ. ഫംഗൽ ഇൻഫെക്ഷന് മരുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് വീണ്ടും പിറ്റേ 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ഇടയിൽ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ മരുന്നുകൾ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. 10 മിനിറ്റ്, 5 മിനിറ്റ്, 2 മിനിറ്റ് ഇടപെട്ട് ഇങ്ങനെ മരുന്നുകൾ. ശിശുബ്രദറിന്റെ കണ്ണിനുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടിന് വളരെ തീവ്രതയേറിയ ഒരു ബുദ്ധിമുട്ടാണ്. ഡോക്ടർമാരെല്ലാം, ആ 9 ഡോക്ടർമാര് ചേർന്ന പാനൽ പോലും ശിശുബ്രദറിനോട് പറഞ്ഞത്, ഈ കണ്ണെടുത്ത് മാറ്റുന്നതല്ലാതെ മറ്റേ കണ്ണിനും കൂടെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഇപ്പോൾ ആ വലത്തെ കണ്ണെടുത്ത് മാറ്റുന്നല്ല വേറെ പ്രതിവിധി ഇല്ല എന്ന് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ലീന സിസ്റ്റർ കുറച്ചുകൂടി മെഡിക്കൽ ഒരു പ്രൊഫഷനാണ് ചെയ്യുന്നത്. ലീന സിസ്റ്ററിനോട് അന്ന് ഡോക്ടർമാർ പറഞ്ഞ ഇതിനുള്ള മെഡിക്കേഷൻ എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ? ബ്രദറെ, നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലായിരുന്നു ഇതിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞിരുന്നത്. ഒരു 6-7 തരത്തിലുള്ള ഡ്രോപ്സ് ഒരു 10 മിനിറ്റിന്റെ ഇന്റർവെല്ലിൽ നമ്മൾ ത്രൂ ഔട്ട് ഡേ ആൻഡ് നൈറ്റ് അത് ഒഴിച്ചുകൊണ്ടിരിക്കണം. കൂടെ നിൽക്കുന്നവർക്കോ അദ്ദേഹത്തിനോ ഒരിക്കലും ഉറങ്ങാനൊന്നും സാധിക്കില്ല. അത് മാത്രമല്ല, കണ്ണിന്റെ കോർണിയയുടെ സൈഡ് ആയതുകൊണ്ട് ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് വേറെ എവിടെയെങ്കിലും ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതൽ ആയിട്ടുള്ള ആ സമയത്ത് 2004 ടൈമിൽ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഐ ഹോസ്പിറ്റലാണ് ലിറ്റിൽ ഫ്ലവർ. ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സ് ആണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. അതിന് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ അവരോട് കൂടുതൽ ചോദിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പരിഗണനയായിരുന്നു അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ഡോക്ടേഴ്സ് ഒന്നടങ്കം പറഞ്ഞു, കോർണിയ ഒരു സൈഡിലായതിൽ ആണിത് ഇൻഫെക്ഷൻ വന്നത്, ഫംഗൽ ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് ഒരിക്കലും ഈ കണ്ണ് മാറ്റിവെക്കൽ നടക്കില്ല, ഇതെന്താണെങ്കിലും എടുത്തു കളയാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ വേറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ടും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞങ്ങൾ സെക്കൻഡ് അടുത്ത കണ്ണിലേക്ക് ഇത് വ്യാപിക്കുന്നതിന് മുൻപ് ഇത് എടുത്തു കളയുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും സുരക്ഷിതം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആകെ ഇത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇത് കേട്ടതോടുകൂടി ഞങ്ങൾക്ക് ആകെ എല്ലാ രീതിയിലും ഞങ്ങളുടെ ചുറ്റും ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്, ഒത്തിരി മറ്റുള്ളവരുടെ കോണ്ടാക്ട് ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറി. ഞങ്ങളുടെ മനസ്സാകെ തകർന്ന് വളരെ ബുദ്ധിമുട്ടിലായി മാറിയ ഒരു അവസരമായിരുന്നു. അപ്പൊ അതേ സമയത്ത് തന്നെ ബ്രദറിനെ കാണുമ്പോ തന്നെ ആ കണ്ണിന് പ്രോബ്ലം ഉണ്ടെന്ന് തിരിച്ചറിയാവുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടായിരുന്നു. തിരിച്ചറിയാൻ പാകത്തിന് ഉണ്ടായിരുന്നു ബ്രദറെ. നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ സ്ഥാനത്ത് ഒരു വെള്ള പാടല് പോലെ വന്നു. നമ്മുടെ കണ്ണിന്റെ വൈറ്റ് ആ സ്ഥലത്ത് റെഡിഷ് ആയിട്ടിരിക്കുന്നു. കണ്ണ് ഈ ഡ്രോപ്സ് എല്ലാം ഒഴിച്ചിട്ട് വളരെ നമുക്കതിങ്ങനെ തുറന്നു നോക്കണം അതിനകത്ത് കാണണമെങ്കിൽ. അതുപോലെ ഭയങ്കര ഇറിറ്റേഷൻ. ലൈറ്റ് ഇടാൻ പാടില്ല, ലൈറ്റ് കാണുമ്പോൾ ഇറിറ്റേഷൻ കൂടും. ഓട്ടോമാറ്റിക്കലി മറ്റേ കണ്ണും അടഞ്ഞ് ഒരു വല്ലാത്ത റൂമിലൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് വിസിറ്റേഴ്സ് വരുന്നത് വരെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു.
അത് അത്രയും മാത്രം ഇരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു നിമ്യാൻഡി ആ തോമസ് നമ്പർ തരുന്നതും തോമസ് ബ്രദറിനെ വിളിക്കുന്നതും. തോമസ് ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ അത് തുടർന്ന് വല്ലതും ഉണ്ടായിരുന്നു? ഡോക്ടർ ഞങ്ങൾ തോമസ് കുട്ടി ബ്രദറിനെ ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഈ നമ്പർ കിട്ടി പ്രാർത്ഥിച്ചപ്പോ ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു ധൈര്യം മനസ്സിൽ ആ സമയത്ത്, ഞങ്ങൾക്കൊരു വളരെ ഐസൊലേറ്റ് ചെയ്ത് പോയ സമയത്ത് ഞങ്ങൾക്കൊരു പ്രത്യേകമായ ധൈര്യം ഞങ്ങൾക്ക് കൂടുതൽ തോന്നിയത് അന്നേരമാണ്. അത് ബ്രദർ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്, നിങ്ങൾ എത്രമാത്രം ഇത് വിശ്വാസത്തോടു കൂടി എടുക്കുവോ അത്രയും നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകുന്നു. ഞങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി പ്രേയറിനെ പറ്റി ഒന്നും ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ആ സമയത്ത് ഞങ്ങളത് പൂർണ്ണമായിട്ട്, ഞങ്ങള് ബുദ്ധിമുട്ട് ആയിരുന്നിട്ട് പോലും ഞങ്ങൾക്കത് അത്രമാത്രം ഉൾക്കൊണ്ടത്, ബ്രദർ പ്രാർത്ഥിക്കുന്ന ഓരോ വാക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ അതുപോലെ സ്വീകരിക്കാൻ സാധിച്ചു. അതൊരു വലിയ കാര്യമായിരുന്നു ബ്രദറെ. അത് കഴിഞ്ഞ് ഫസ്റ്റിലത്തെ ഈ ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഫസ്റ്റ് നടന്ന് അന്ന് ഉച്ച കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഞങ്ങള് റൂമിലേക്ക് ഡോക്ടർ വരികയല്ല, ഞങ്ങൾ ഈ ഡോക്ടേഴ്സ് ഇരിക്കുന്ന റൂം 9 ഡോക്ടർമാരിരിക്കുന്ന റൂമിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പൊ തന്നെ അവിടെ ഉച്ച കഴിഞ്ഞ് 4 മണിയോടുകൂടി ആ ഡോക്ടർ പറഞ്ഞു, ഇതിന് എന്താ ഗ്രോത്ത് സ്റ്റഡി ആയിട്ടുണ്ട്, ഈ അൾസർ കരിഞ്ഞിട്ടുണ്ട്. അത് ഒരു 8-9 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് പറയണത്. അതുവരെയും കണ്ണെടുത്ത് ഓരോ ദിവസവും വന്ന് ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, കണ്ണെടുത്ത് കളയണം നമ്മളെങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ സമയത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ആദ്യമായിട്ടൊരു ഹോപ്പിന്റെ വാർത്ത കേൾക്കുക. അത്രേ ഉള്ളൂ ബ്രദറെ. കർത്താവ് ആരോ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ട് എന്നൊരു തോന്നല്. ബന്ധക്കാരും സ്വന്തക്കാരും കൂട്ടുകാരും ഒക്കെ ചുറ്റും പുറം ഉണ്ടെങ്കിലും ആ സമയത്തൊന്നും നമുക്ക് ആരും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നമ്മളെ പിടിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു ധൈര്യം നമ്മുടെ മനസ്സിൽ വന്നു. അങ്ങനെ ബ്രദറെ ഈ 8, 9, 12, 9 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അൾസർ ഒക്കെ കരിഞ്ഞിട്ടുണ്ട്, പക്ഷെ കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടും പോയി, ഈ കണ്ണൊരു ഡെമ്മി ആയിട്ട് അവിടെ ഇരുന്നോട്ടെ, വൃത്തികേടില്ലാതെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് അങ്ങനെ കണ്ണിന് കാഴ്ചയില്ല, അങ്ങനെ മൂടി കെട്ടി ഇങ്ങനെ ഇരിക്കണ വിഷമിച്ചിരിക്കുക. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പെരുമ്പാവൂർ സീമാസ് ഓഡിറ്റോറിയത്തിൽ ഒരു TV വ്യൂവേഴ്സ് മീറ്റിംഗ് വരും. നമുക്കറിയില്ല എന്താ മീറ്റിംഗ് ഒന്നും. വൈഫ് എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, നമ്മൾ അന്ന് വേണ്ടി പ്രാർത്ഥിച്ച ദേവദാസൻ അവിടെ വരുന്നുണ്ട്, നമുക്കൊന്ന് പോവാം. പക്ഷെ എന്റെ മനസ്സ് അന്നേരം ഡെസ്പായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാലും വൈഫ് പറഞ്ഞു നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു നിർബന്ധിച്ചിട്ട് ഞാൻ പോവാ. ഞാൻ ചെന്ന് ഈ സീമാസ് ഓഡിറ്റോറിയത്തിൽ കയറിയപ്പോ നിറച്ച ആളുകളുണ്ട്. അവിടെ ഭയങ്കര കയ്യടി ആരാധന ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഇതൊന്നും ഒന്നും മനസ്സിലാക്കാനോ എനിക്കത് ഇതിന് ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാനോ എനിക്ക് പറ്റിയില്ല. ഞാൻ പറയാം, ഞാനൊരു 10 ആള് കൂടുന്നോടത്ത് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. അങ്ങനെ ബ്രദറെ ഞാൻ ഈ സീമാസ് ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും ബാക്കിലെ ഭിത്തിയിൽ പോയി ചാരി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത് തോമസ് കുട്ടി ബ്രദറാണ് അന്നൊരു ആരാധന ലീഡ് ചെയ്യണേ. തോമസ് കുട്ടി ബ്രദർ പറയുന്നുണ്ട് കണ്ണിന് കാഴ്ച പോയ ആൾ ഇവിടെ വന്നിട്ടുണ്ട്, ആ ആൾക്കൊന്ന് പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചുറ്റും പുറമൊക്കെ നോക്കണ സമയത്ത് കണ്ണിന് കാഴ്ചയില്ലാത്തവരും കണ്ണ് മൂടി കെട്ടി ഇങ്ങനെ നിൽക്കുന്നവരും വേറെ കുറെ പേരുണ്ട്. അവരോടൊക്കെ ആയിരിക്കും എന്ന് ഞാനിങ്ങനെ ഇരിക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്രദർ പറയുകയാണ് വലത് കണ്ണിന്റെ കാഴ്ച പോയ ഒരു സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ട്, ആൾക്ക് പൂർണ്ണമായിട്ടും കാഴ്ച കിട്ടും, വിശ്വസിക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ അങ്ങനെ വീണ്ടും ബ്രദർ പറഞ്ഞു ആ ആള് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ വരാൻ പറ്റുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ ഈ ഭിത്തിയുടെ പുറകിൽ നിന്ന് എന്നെ ഇങ്ങനെ ആരോ തള്ളുന്നത് പോലെ 2 കൈ ഉപയോഗിച്ച് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന പോലെ എന്നെ ഇങ്ങനെ പുറയുന്ന തള്ളുക. ഞാൻ പറയട്ടെ പുറയിൽ ആരുമില്ല, ഭിത്തിയാ. പക്ഷെ അന്നൊന്നും എനിക്കത് മനസ്സിലായില്ല ആരാ എന്നെ തള്ളിയെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ കർത്താവ് എന്നെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് എന്റെ കർത്താവ് എന്റെ അമ്മയുടെ ഉദരത്തിന് മുന്നമേ എന്നെ കണ്ടതാ. എന്റെ 2 കണ്ണുള്ളവനായിട്ട് തന്നെ എന്റെ കർത്താവ് എന്നെ കണ്ടത്. അങ്ങനെ എന്നെ തള്ളി ഒരു ശക്തി എന്നെ തള്ളി സ്റ്റേജിൽ കൊണ്ടുപോവുകയും സ്റ്റേജിൽ ചെന്നപ്പോ തോമസ് കുട്ടി ബ്രദർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് തോമസ് കുട്ടി ബ്രദർ പറഞ്ഞു സഹോദര ധൈര്യമായിട്ടിരിക്കുക, കാഴ്ച കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ തോമസ് കുട്ടി ബ്രദർ ഞാനങ്ങനെ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചാന്നൊക്കെ പറഞ്ഞു. ബ്രദർ പറഞ്ഞു പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ബൈബിൾ വായിക്കാൻ പറഞ്ഞു. എന്റെ കയ്യിൽ ബൈബിൾ എടുത്തു തരിക. ബൈബിൾ എടുത്തു തന്നപ്പോൾ എനിക്ക് ബൈബിള് ഒന്നും കാണാൻ പറ്റുന്നില്ല ബ്രദറെ. എന്നാ വെച്ചാൽ കണ്ണിന് ഫുൾ ഇരുട്ടാ, എനിക്ക് കണ്ണിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ ആ സമയത്ത് അങ്ങനെ ആളുകളെല്ലാം എന്നെ ഇങ്ങനെ ഉറ്റു നോക്കുക എന്താ സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബ്രദർ പറഞ്ഞു ധൈര്യമായിട്ട് എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ബ്രദറിന് സൗഖ്യം കിട്ടിയിട്ടുണ്ടെന്ന്, ബ്രദർ വിശ്വസിച്ചോ കാഴ്ച കിട്ടുമെന്ന് പറയും. ആ സമയത്ത് ഞാൻ എന്റെ 2 കണ്ണും അടച്ചിട്ട്
എന്റെ കർത്താവെ നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, ഇവർ പറയുന്നത് പോലെ തന്നെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവമാണെങ്കിൽ എന്നെ നാണം കെടുത്താതെ എനിക്ക് ഇവിടുന്ന് കാഴ്ച പ്രാപിച്ച് വേണം പോകാൻ എന്നിങ്ങനെ ഞാൻ രണ്ട് കണ്ണും അടച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കണ്ണിലേക്ക് വലിയൊരു വെളിച്ചം, ഒരു ചൂടോടുകൂടി ഒരു വെളിച്ചം വരികയും ഞാൻ എന്തോ എവിടെയാന്ന് പോലും മറന്നുപോയി. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോ എനിക്ക് പഴയതുപോലേക്കാൾ നല്ല രീതിയിൽ എന്റെ കണ്ണുകൊണ്ട് കാഴ്ച വന്നു. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ മറ്റേ കണ്ണിന് എന്തെങ്കിലും നല്ല കാഴ്ച കിട്ടിയതായിരിക്കും എന്നോർത്ത് ഞാൻ ആ കണ്ണിങ്ങനെ അടച്ചു പിടിച്ച് നോക്കുകയൊക്കെ ചെയ്തപ്പോൾ സമയത്തും എനിക്ക് പൂർണ്ണമായിട്ടും എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെയല്ല ബ്രദറെ, എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ അങ്ങ് വെളുത്തു പോയിരുന്നു പറഞ്ഞിരുന്നല്ലോ. പിന്നെ അതിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നാന്ന് വെച്ചാൽ നമ്മളെ വിളിച്ച ദൈവം ഇത്രയും ചെയ്യാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് ഞാൻ പിന്നെ ആ കാര്യം നോക്കിയിട്ട് പോലും ഇല്ല. പിന്നെ വീട്ടിൽ വന്ന് പിന്നെ പിറ്റോ എന്നോ നോക്കി കഴിഞ്ഞപ്പോഴാണ് കണ്ണിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മൾ ആ കണ്ണിന് കാഴ്ച കിട്ടി സന്തോഷത്തില് നമ്മൾ നടക്കുക. ഹല്ലേലൂയ. അങ്ങനെ എന്റെ ട്രീറ്റ്മെന്റിന് ശേഷമാണ് ഈ പ്രയറിന് പോകുന്നത്. ഒരു എന്താ പറയുക, ട്രീറ്റ്മെന്റ് 12 ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10-20 ദിവസം, ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഈ മീറ്റിംഗ് വന്നത്. ഒരു മാസം ട്രീറ്റ്മെന്റിൽ നിന്നും ഡോക്ടർമാര് പറഞ്ഞ പ്രതിവിധി എന്ന് പറഞ്ഞാൽ കണ്ണ് മാറ്റി വെക്കുക, അല്ലെങ്കിൽ കണ്ണ് ഡമ്മിയായി മോക്ക് സൂക്ഷിക്കുക. പക്ഷെ കർത്താവ് ഡമ്മിയായി ആ അവയവം സൂക്ഷിക്കാൻ വിട്ടുകൊടുത്തില്ല. ഹൃദയത്തിൽ യേശുവെന്ന് വിളിച്ചപ്പോ ദേവദാസനാ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് വിശ്വാസത്തോടെ സിജുവാറിനെ ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രകാശം നിങ്ങളിന്ന് കേൾക്കുന്നവരുടെ എല്ലാം ഭവനത്തിലേക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ ആ പ്രകാശം അടിക്കും. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണോ നിർജീവ അവസ്ഥയിലിരിക്കുന്ന അവയവം, ഒരുപക്ഷെ നിങ്ങളുടെ ഹാർട്ടിനായിരിക്കും കംപ്ലൈന്റ്, ഒരുപക്ഷെ നിങ്ങളുടെ എന്തെങ്കിലും വാൽവ് തകരാറുകളായിരിക്കാം, ഒരുപക്ഷെ കിഡ്നി ആയിരിക്കാം, കരളിന് കംപ്ലൈന്റ് ആയിരിക്കാം. അതുപോലെ ഇതുപോലെ കേട്ട പല അവയവങ്ങൾ നിർജീവമായ അവസ്ഥയിൽ ഇന്ന് ആ വെളിച്ചമായിരിക്കും. ഇന്ന് ആ പ്രകാശം യേശു ആകുന്ന വെളിച്ചം ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് സിജു ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ പല ഭവനങ്ങളിലും പല വ്യക്തികളുടെ മേലും ഡോക്ടേഴ്സ് ജീവിതാവസാനം വരെ മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞ പല കേസുകളും കർത്താവ് ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ നോസുള്ളികൾ അന്ന് പറഞ്ഞ കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കും അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സാക്ഷ്യം സംഭവിക്കും. സിജു ബ്രദറെ, അതിനുശേഷം ഇപ്പോൾ ഈ ഇടയ്ക്ക് വല്ല ചെക്കപ്പുകളും എല്ലാം നടത്തിയായിരുന്നു കണ്ണിന്റെ? ബ്രദർ, കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് ഞാൻ എന്റെ കണ്ണ് ചെക്കപ്പ് നടത്തി. കണ്ണിന് ഒരു പ്രശ്നങ്ങളും ഇല്ല. കണ്ണ് നല്ല രീതിയിൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞിട്ട് അത്ഭുതത്തിന്റെ ഒരു പെരുമഴ തന്നെയായിരുന്നു ബ്രദറെ. ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം എന്റെ വിശ്വാസത്തിൽ വർധനവ് വന്നു. അതുപോലെ തന്നെ സ്വർഗീയ വരുന്ന സഭ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞു. എന്റെ ദൈവദാസന്മാര് എനിക്ക് ആ വഴി കാണിച്ചു തന്നില്ല. അത് പിന്നെ എന്റെ ദൈവദാസന്മാർ കാണിച്ചു തന്ന ഓരോ വഴി, അതുപോലെ തന്നെ യേശുവായിട്ടുള്ള ബന്ധം, അതിനെക്കുറിച്ചൊക്കെ എന്റെ ദൈവദാസന്മാരുടെ വായിൽ നിന്ന് തന്നെ കേട്ട് എന്റെ ജീവിതത്തിലേക്ക് വളരാൻ കഴിഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം. എനിക്ക് ലോകത്ത് കിട്ടാവുന്ന വളരെ രസകരമായ ഒരു സംഭവം അതിനിടയ്ക്ക് സിജു വിട്ടുപോയി തോന്നുന്ന കാര്യം, ഈ കണ്ണ് മേലാതിരുന്ന സമയത്ത്, ഈ സൗഖ്യമെല്ലാം നടക്കുന്നതിന് മുമ്പേ കണ്ണ് മേലാതിരുന്ന സമയത്ത് ബ്രദറിന്റെ വീട് പണി നടക്കുവാണ്. ആ സമയത്ത് ബ്രദറിന്റെ വീട് പണിക്ക് വാർക്ക കഴിഞ്ഞു, അതിന് വെള്ളം നനയ്ക്കണം. അപ്പൊ ബ്രദറിനാണെങ്കിൽ വല്ല പ്രായമുള്ള പപ്പ, പിന്നെ ഒത്തിരി തീരെ ചെറുപ്പക്കാരനായ മകൻ, ഇവരെ കൊണ്ടൊന്നും പറ്റത്തില്ല. ബ്രദറിനാണെങ്കിൽ കണ്ണിന്റെ ബുദ്ധിമുട്ട് ആയിരിക്കുന്ന സമയം. അപ്പൊ ബ്രദർ പ്രാർത്ഥിക്കുകയും ആ സമയത്ത് എങ്ങനെയായിരുന്നു ആ വീട് പണിയുടെ ആ വാർക്കയ്ക്ക് വെള്ളം വന്നതെന്ന് പറയാം? അത് ഭയങ്കര അത്ഭുതമാണ്. എന്ന് വെച്ചാൽ എന്റെ പെരവണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എനിക്ക് കണ്ണ് ഉള്ള കാരണം, കണ്ണിന് പ്രശ്നങ്ങളുള്ള കാരണം എനിക്ക് ആ സമയത്തൊന്നും എന്റെ വാർക്കയുടെ കാര്യങ്ങൾക്കൊന്നും പോകാനോ ആ പെരവണിയുടെ സ്ഥലത്തേക്ക് പോകാനോ ഈ പൊടിയുള്ള കാരണം പോകാൻ സാധിച്ചില്ല. പക്ഷെ എന്തോ കർത്താവ് എന്റെ പെരവണി ഞാൻ അവിടെ ഉള്ളതിനേക്കാൾ നല്ല രീതിയിൽ എന്റെ കൂട്ടുകാരന്മാരെയും എന്റെ സഹോദരങ്ങളെയും ബന്ധുക്കാരെയും ഒക്കെ അയച്ച് അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ എന്റെ പെരയുടെ അന്ന് സ്ലോപ്പ് വാർക്കയാണ് ബ്രദറെ. അതിന്റെ മുകളില് വാർക്ക് കഴിഞ്ഞിട്ട് വെള്ളം നിർത്തണം നമുക്കറിയാം. പക്ഷെ അത് അങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതിനകത്ത് ചാക്കും മറ്റുള്ള സാധനങ്ങളും ഇട്ടിട്ട് അത് 1 മണിക്കൂർ 1/2 മണിക്കൂർ ഇടപെട്ട് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കണം. ആ സമയത്തൊക്കെ നല്ല വെയിലാ. വെയില് അങ്ങനെയുള്ള സമയത്ത് ഇതെനിക്ക് നനയ്ക്കാനോ ഇവിടെ പോകാനോ പറ്റില്ല. അതിനൊന്നേരം ഞാൻ ഒരു ആദി. പക്ഷെ എന്നിട്ട് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്ക് ഇതിന് കഴിയില്ല, പക്ഷെ നിന്നെ കൊണ്ട് കഴിയൂലോ. അങ്ങനെ പ്രാർത്ഥിച്ചു. വാർക്ക് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോ മുതല് മഴ തുടങ്ങിയിട്ട് ഒരു 15 ദിവസത്തോളം തുടർച്ചയായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മഴ ഇത് നനഞ്ഞു കഴിഞ്ഞ് ഉണങ്ങണേക്ക് മുമ്പേ അടുത്ത മഴ പെയ്യും.
അങ്ങനെ 15 ദിവസത്തോളം കർത്താവ് തന്നെ അത് നനച്ചു, നമുക്ക് അനുഗ്രഹകരമായ ഒരു ഭവനം തന്നു. അത് തുടങ്ങി ഞങ്ങൾ അത്ഭുതങ്ങളായിരുന്നു ബ്രദറെ, അത്ഭുതങ്ങളായിരുന്നു. ആമേൻ, സ്തോത്രം. ബ്രദറെ, അപ്പൊ തന്നെ ഒരു കാര്യം കൂടെ ഏറ്റവും അവസാനം, അന്ന് ബ്രദറിനെ 2004 ട്രീറ്റ് ചെയ്ത ഡോക്ടർ ഈ കഴിഞ്ഞ ദിവസം ബ്രദറിനെ കണ്ടു കഴിഞ്ഞപ്പോ ബ്രദറിനോട് പറഞ്ഞ ആ കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. അതൊന്ന് പറയാമോ? ബ്രദറെ, അത് കഴിഞ്ഞ് എന്നെ ആദ്യം ട്രീറ്റ് ചെയ്ത, ആദ്യമല്ല രണ്ടാമത് എന്നെ ഒരു ഡോക്ടറെ അടുത്ത് അയച്ചു എന്ന് പറഞ്ഞു. ആ ഡോക്ടർ എന്നെ നോക്കിയിട്ടാണ് അങ്കമാലിക്ക് വിട്ടത്. അപ്പൊ ആ ഡോക്ടർ എന്നെ കണ്ട് കഴിഞ്ഞപ്പോ ഡോക്ടറെ പരിചയപ്പെടുത്തി. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെ ആ ഡോക്ടർ ഓർമ്മ വന്നു. ഡോക്ടർ പറഞ്ഞു, വലത് കണ്ണിന് കാഴ്ചയില്ലല്ലോ എന്ന് പറഞ്ഞു എന്നോട്. പക്ഷെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ വലത് കണ്ണിനല്ല, എന്റെ 2 കണ്ണിനും ഇപ്പോൾ കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഓ അതൊരു അത്ഭുതമാണ്. അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റാത്തതാ അത്. എന്ന് വെച്ചാൽ അതുമാതിരി നിങ്ങളുടെ കണ്ണ് ഡാമേജ് ആയിരുന്നു. അത് എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ നമ്മളോട് അപ്പൊ തന്നെ ഡോക്ടറെ കാണാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞതല്ല, അത് വലിയൊരു അത്ഭുതമാണ്, മിറാക്കിളാണ് ഡോക്ടർ. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഇതേ അവസ്ഥകളിലൂടെ മെഡിക്കൽ സയൻസിന് ചെയ്യാൻ സാധിക്കാത്തതിന് യേശുവിന് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാക്ഷ്യങ്ങളായി നമ്മൾ കാണും. ആരും ഈ സമയം അവിശ്വാസത്തോടെ അല്ല, വിശ്വാസത്തോടെ ഇത് എന്റെ ജീവിതത്തിൽ, എന്റെ ശരീരത്തിൽ ഈ സൗഖ്യം നടക്കും, ഈ സൗഖ്യം എനിക്ക് വേണ്ടിയിട്ടാ, ഈ സാക്ഷ്യം എനിക്ക് വേണ്ടിയിട്ടാണ് വിശ്വാസത്തോടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി എന്റെ കർത്താവിന്റെ കരം നീളും. സുജി ബ്രദറെ, ഈ സമയം നമുക്ക് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുജി ബ്രദർ പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരുമനപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ചെയ്ത അത്ഭുതത്തിൽ ജീവിക്കുന്നതാ ഞാൻ. ഹല്ലേലൂയ. അത് ലോകത്തിനൊരു സാക്ഷ്യമായി അങ്ങനെ നിർത്തിയതാ കർത്താവെ. കർത്താവെ, കർത്താവെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിലും കർത്താവെ കടഭാരത്താലും വലിയ മെഡിക്കൽ സയൻസ് അസാധ്യമെന്ന് പറഞ്ഞെടുത്തും കർത്താവെ അനേക ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവെ വീര്യപ്രവർത്തികളാലും കർത്താവെ നീ ചെയ്ത പ്രവർത്തികൾ ഇപ്പോഴും ചെയ്യുവാൻ അങ്ങയുടെ കരം കൊടുത്തായിട്ടുണ്ട് അപ്പ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം വരട്ടെ, സാമ്പത്തിക വിടുതലുകൾ വരട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ. ലോകം വിധി എഴുതി തള്ളിയെടുത്ത് കർത്താവെ അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ചലിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളിൽ കൂടെ കർത്താവെ നീ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഈ സമയം തന്നെ കർത്താവെ അത്ഭുതങ്ങൾ കാണണം കർത്താവെ. സ്തോത്രം കർത്താവെ. സാക്ഷ്യങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് വേണമപ്പ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ കരം ഇവിടെ മേൽ തൊടുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും സൗഖ്യമാക്കിയതിനായിട്ട് നന്ദി. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. യേശുവിന്റെ അത്ഭുതകരം തൊട്ടതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു സിജു ബ്രദറെ, എല്ലാ സിസ്റ്ററെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മള് ദൈവവചന ശുശ്രൂഷയിലേക്കാണ് കടക്കുന്നത്. ദൈവവചനം അനേകരെ സ്പർശിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ മധ്യേ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് ഹെവൻലി പീസ് ദമാമിലെ പാസ്റ്റർ ഇൻചാർജ് ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സജി ബ്രദറാണ്. ഓവർ ടു സജി ബ്രദർ. താങ്ക് യു വിനോദ് ബ്രദറെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ സ്നേഹവും വന്ദനവും ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പാസ്റ്ററായിരിക്കുന്ന നമ്മുടെ ആത്മീയ പിതാവാകുന്ന ബ്രദറിന്റെ സ്നേഹവും വന്ദനവും പ്രാർത്ഥനയും ഈ സമയത്ത് നിങ്ങളെ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ എത്ര അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് കർത്താവ് ചെയ്തത്, യേശു ചെയ്ത സാക്ഷ്യം അല്ലെ ഇന്ന് നിങ്ങൾക്ക് കേൾക്കുവാൻ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ അകത്ത് വെറുതെ ഒരു വചനം ആ സമയത്ത് ലൂക്കോസ് 1 നമുക്കെല്ലാം അറിയാവുന്നതാ. മറിയയുടെ അടുക്കൽ വന്ന ദൂതൻ ആ മറിയയുടെ ഉദരത്തിൽ അതൊരു മകൻ ജനിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ മാനുഷികമായി വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയോട്, ഒരു കന്യകയോടാണ് അത് ദൂതന്റെ അരുളപ്പാട്. അത് സ്വാഭാവികമായി നമ്മളെല്ലാവരും പറയാൻ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒന്നാണ്, ഇതെങ്ങനെ സംഭവിക്കും, കാരണം ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. അതിന്റെ 37-ാം വാക്യത്തിൽ വിനോദ് ബ്രദറെ അവിടെ തിരുവചനം പറയുന്നത് ഇങ്ങനെ ഒന്ന് വായിച്ചാൽ ലൂക്കോസ് 1:37. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു.
നമ്മൾ ഇന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇതിന് ശേഷം കേൾക്കാൻ പോകുന്നവരോട് നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് നിങ്ങളൊന്ന് പറയാമോ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കിന്, ഇന്ന് നമ്മൾ കേട്ടത് അതാണല്ലോ. സിജു ബ്രദറിന്റെ സാക്ഷ്യത്തിൽ നിന്നും 9ഓളം ഡോക്ടേഴ്സ് അല്ലെ പലരായി തന്റെ കണ്ണിനെ അവര് നോക്കി, അവരാൽ കഴിയുന്നതായ രീതികളിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് സഹോദരി ഒരു മെഡിക്കലിൽ ആവുന്നത് കൊണ്ട് ഒരു മെഡിക്കലിൽ നിന്നും ശരിക്കും ഉള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം അവരുടെ ഭാഗത്തു നിന്ന് കിട്ടി. നമ്മൾ ഒരിക്കലും മെഡിക്കൽ സയൻസിനെ എതിരായിട്ടല്ല പറയുന്നത്. അവർ ചെയ്യുന്ന സേവനത്തിനായി നമുക്ക് അവർക്കായി പ്രാർത്ഥിക്കണം. അവർ ചെയ്യുന്ന വലിയ സേവനമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം സിജു ബ്രദറിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായി, മനുഷ്യന് അസാധ്യം. അവർക്ക് മാക്സിമം ചെയ്യാമെന്നത്, അവരെ കൊണ്ട് കഴിയുന്നതിന് പരമാവധി അവര് പറയുവാൻ ചെയ്യുവാൻ എല്ലാം ശ്രമിച്ചു. പക്ഷെ അവിടെ ഒന്നും തന്റെ കണ്ണിന് കാഴ്ച കൊടുക്കുവാൻ, താൻ ആയിരിക്കുന്ന അവസ്ഥയെ മാറ്റുവാൻ ഈ പറഞ്ഞ മനുഷ്യർക്കോ, താൻ പറഞ്ഞ ഒരു വാക്ക് എന്നെ വളരെ ചെയ്ത്, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിനോ, ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും തരാൻ മേലാത്ത അതെ ആത്മധൈര്യം ഓർസുറ്റോറിനെ വിളിച്ച ആ സമയത്ത് ആ ഫോണിൽ കൂടെ പറഞ്ഞ വാക്ക് എന്റെ ജീവിതത്തെ ഉറപ്പിച്ചു. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാം, നിങ്ങൾ ഇന്ന് ഏത് അവസ്ഥയിലാണോ, രോഗമാണോ മറ്റേതെങ്കിലും വിഷയത്തിലാണോ നിങ്ങൾ ഇന്ന് ഞങ്ങളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഒരു വാക്യം നമ്മളിപ്പോ വായിച്ചല്ലോ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ്, ദൈവത്തിന് എന്റെ ജീവിതത്തിലെ അവസ്ഥകളെ മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയുന്നത് കൊണ്ട് എനിക്ക് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. കാരണം നിങ്ങളും ഞാനിന്ന് വിശ്വസിക്കുന്ന യേശു, ഇന്ന് നമ്മള് ദോസറ്റോറ് ആ മീറ്റിംഗിൽ അവിടെ വന്ന സമയത്ത് സിജു ബ്രദറിനോട് പറഞ്ഞൊരു വാക്ക് എന്നെ വളരെയധികം, കാരണം യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതെ വലത്ത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഒരാൾക്ക് കർത്താവ് കാഴ്ച കൊടുത്തിരിക്കുന്നു. അത് കൊടുത്ത് ആള് ഫ്രണ്ടിൽ വരുമ്പോഴും അതെ 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 ഞാൻ ഓർക്കുക, പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ധൈര്യം, പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഉറപ്പ്. അപ്പോഴും ആ ആളിന് കാഴ്ച കാണാൻ പറ്റാതെ ലാൻഡായിട്ടിരിക്കുക. പക്ഷെ എന്നിട്ടും കേട്ട ശബ്ദം തോമസ് ബ്രദർ അവിടെ പറഞ്ഞത് എന്നെ വളരെയധികം ഇരിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വാക്കിനെ, സാഹചര്യങ്ങളെ നോക്കണ്ട, അവസ്ഥകളെ നോക്കണ്ട, അത് പറയുന്ന വാക്കിനെ അതുപോലെ ഒന്ന് വിശ്വസിച്ച് അതുപോലെ ഒന്നത് ഏറ്റെടുത്ത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ നിങ്ങൾ വൈദ്യശാസ്ത്രം കൈവിട്ടു, അല്ലെങ്കിൽ മനുഷ്യനാൽ അസാധ്യം, നിങ്ങളാൽ ചെയ്യാവുന്നത് എല്ലായിടത്തും നിങ്ങൾ പോയി, അവിടെയെല്ലാം നിങ്ങൾ പരാജയപ്പെട്ട് അത് തകർന്ന ഹൃദയത്തോടെ ഇന്ന് ഞങ്ങളെ ഇത് കേൾക്കുന്നെങ്കിൽ, ഇന്ന് നിങ്ങളോട് ഞങ്ങൾക്കൊരു സദ്വർത്തമാനം പറയാനുണ്ട്. നിങ്ങളെ ഇന്ന് സൗഖ്യമാക്കുവാൻ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായി വിടിവിക്കുവാൻ ഈ യേശുവിനെ കഴിയും. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ തിരുവചനം ഒരു വാക്യം കൊണ്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. വിനീത് ബ്രദറെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം, ഈ സാക്ഷ്യവുമായി ഒരു വളരെ അടുപ്പമായ ഒരു വചനം ഞാനിത് കേട്ടുകൊണ്ടിരുന്നപ്പോ പരിശുദ്ധ 4-ാമത്തെ അധ്യായം അതിന്റെ 46 മുതലാണ് അതിനെ കുറിച്ച് പറഞ്ഞത്. യേശു വീണ്ടും അതെ നമുക്കറിയാം, യേശു യോഹന്നാൻ 2 കാനാവിലെ കല്യാണ വീട്ടിൽ വന്ന് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തി പച്ചവെള്ളം വീഞ്ഞാക്കിയ അനുഭവം നമുക്കറിയാം. അതിനുശേഷം അതേ ഗലീലെ കാനാവിൽ യേശു വീണ്ടും വരുന്നത് അവിടെയുള്ള ഒരാൾ അറിഞ്ഞു. അദ്ദേഹം ഒരു സാധാരണ വെറും ഒരു മനുഷ്യനല്ല, അദ്ദേഹം ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിന്റെ 46 മുതൽ നമ്മൾ വായിക്കുമ്പോൾ സമയപരിധികൾ ഇല്ലാത്തതുകൊണ്ട് 47 മുതൽ ഒന്ന് താഴോട്ട് വായിച്ചാൽ വിനീത് ബ്രദറെ അത് താഴോട്ട് വായിക്കുവാൻ ആഗ്രഹിക്കും. യേശു യഹൂദ ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ അപ്പൻ മരിപ്പാറായിരിക്കെ കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവെ, പൈതൽ മരിക്കും മുമ്പേ വരേണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ഒരു മിനിറ്റ്. നിങ്ങൾ ഇന്ന് ആ യേശു പറഞ്ഞ ഒരു വാക്ക് ഈ മനുഷ്യൻ കേട്ടു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഒരിക്കൽ ഈ വാക്യം ബൈബിൾ തിരുവചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞ മരിക്കാറായി എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം അവിടെ വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയ കാര്യങ്ങളോ ഏതെല്ലാം വിധത്തിലുള്ള ട്രീറ്റോ ഏത് രോഗമാണെന്നൊന്നും ഈ തിരുവഴുത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാം, ഈ മകനെ മരിക്കാറായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഏത് നിമിഷവും ഈ മകൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഈ പിതാവ് യേശുവിന്റെ അടുക്കൽ വന്നത്.
അതുകൊണ്ടാണ് യേശു പറഞ്ഞു, അതെ, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ വിശ്വസിക്കത്തില്ല. ഈ മനുഷ്യനെ സംബന്ധിച്ചു അതൊന്നും കേൾക്കാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയല്ല. താൻ കേട്ട യേശു കാനാവിലെ കല്യാണ വീട്ടിൽ നിന്ദിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഈ യേശു വന്ന് ആ വീടിന്റെ നിന്ന മാറ്റിയത് ഒരുപക്ഷെ ഈ മനുഷ്യൻ അറിയാവുന്നവനായിരിക്കാം. താനും ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ആ മനുഷ്യന്റെ ഉള്ളിൽ ഒന്നേ ഉള്ളൂ, യേശുവിന്റെ അടുക്കൽ വന്നാൽ, യേശു ഒരു വാക്ക് പറഞ്ഞാൽ യേശുവിനെ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് ഈ മനുഷ്യൻ വിശ്വസിക്കുന്നെന്ന് നമ്മൾ ഈ തിരുവെഴുത്ത് തുടർന്ന് വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തിരുവെഴുത്തിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ നമുക്കിന്ന് കാണാനും കഴിയും. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോടും അതേ തോമസ് ബ്രദർ സിജു ബ്രദറിനോട് പറഞ്ഞതുപോലെ അതേ വിശ്വസിക്കുന്ന അതേ തോമസ് ബ്രദർ പ്രാർത്ഥിച്ചത് കൊണ്ടോ തോമസ് ബ്രദറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നല്ലല്ലോ തോമസ് ബ്രദറിനെ കുറിച്ച് ഇവര് പറഞ്ഞത്. തോമസ് ബ്രദർ യേശുവിനുള്ള വിശ്വാസം, ദൈവവചനം പറഞ്ഞു, അവരുടെ അകത്ത് ആദ്യം ധൈര്യം കിട്ടി. അവരുടെ കൂടെ ഒരാളുണ്ട്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഒരാളെ അവർക്ക് കൊടുത്തു തോമസ് ബ്രദർ. അതാരായിരുന്നു വെച്ചാൽ യേശുവ. ആ ഒരു ഉറപ്പാണ് ഇവരെ തുടർന്ന് മീറ്റിങ്ങിന് പോകുവാനും ഒക്കെ അവരുടെ ഉള്ളിൽ പ്രേരണ വന്ന് അവിടെ ചെന്നപ്പോഴും നമ്മൾ പറഞ്ഞു അല്ലെ, ജോസഫ് വിളിച്ചു, സ്റ്റേജിൽ വന്നു, പ്രാർത്ഥിച്ചു. പക്ഷെ അന്നേരം ഈ പറയുന്ന സിജു ബ്രദർ തന്നെ ആ കേട്ട വചനത്തെ യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഇവിടുന്ന് എന്നെ ലജ്ജിപ്പിക്കരുത്. ഇവിടുന്ന് ഞാൻ മടങ്ങി പോകുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തവനായിട്ടല്ല, എനിക്ക് കാഴ്ചയുള്ളവനായി മടങ്ങി പോകണമെന്ന് ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ഇത് ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്നവർ അതേ സിജു ബ്രദറിന്റെ വാമൊഴിയാൽ നിങ്ങൾ കേട്ടതാണ്. അതെ, ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ പ്രകാശം തന്റെ മേൽ വരികയും അതിനോടൊപ്പം തന്നെ ഒരു ചൂടടിച്ച് തനിക്ക്, അതായത് 2004 തന്റെ കണ്ണിന് ഇൻഫെക്ഷൻ വന്ന് നഷ്ടപ്പെട്ട കാഴ്ച അതിനെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിലും പവറോടെ ആ കണ്ണിന് കാഴ്ച കൊടുത്ത യേശു ഇന്ന് പകലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ണിന് കാഴ്ചയില്ലാത്തവർ, മറ്റ് രോഗങ്ങളാൽ തകർന്നിരിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണോ നിങ്ങൾ പിശാചിനെ നിങ്ങളുടെ വീടിനെ നിങ്ങളുടെ ജീവിതത്തെ തകർത്തത്, അവരോട് ഇന്ന് ഞങ്ങൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഈ യേശു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സമീപം ഇപ്പോൾ തന്നെ. ഞാൻ വിശ്വസിക്കുന്നു സിജു ബ്രദർ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാക്കിയിട്ടുണ്ട്. ആ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അത് പ്രാർത്ഥിച്ച ആളുടെ ഗുണമോ ഇപ്പോൾ വചനം പറയുന്ന ഞങ്ങളുടെ ഗുണം കൊണ്ടല്ല, അത് യേശുവിന്റെ നാമത്തിലും ദൈവവചനത്തിന് മാറ്റമില്ല. യേശു പറഞ്ഞ വാക്ക് എന്തായിരുന്നു? നമ്മളിപ്പോ വായിച്ച ഭാഗത്ത് നിന്ന്, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി അത് എങ്ങനെ നടക്കും, അതൊക്കെ നടക്കുമോ എന്നൊരു സംശയവും ഈ മനുഷ്യനില്ല. ആ വാക്ക് അതിന്റെ ഒന്നും കൂടെ, അതിന്റെ 50ാമത്തെ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചാട്ടെ. യേശു അവനോട്, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. യേശു പറഞ്ഞ വാക്ക് എന്തായിരുന്നു? നിന്റെ മകൻ സൗഖ്യമായിരിക്കുന്നു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മകനെ തകർക്കുമെന്ന് പറഞ്ഞ ദിനം, ഏത് രോഗമാണോ ഏത് വിഷയമാണോ ഇനി അത് അവനെ തൊടത്തില്ല. ആ വാക്ക് ആ മനുഷ്യൻ അതുപോലെ തന്നെ എടുത്തു. അതുപോലെ തന്നെ ആ മനുഷ്യൻ അത് ഹൃദയത്തിൽ വിശ്വസിച്ചു. നിങ്ങൾ തുടർന്ന് അതിന്റെ 2 വാക്യം കൂടെ താഴോട്ട് വിനീത് ബ്രദർ ഒന്ന് വായിച്ചാട്ടെ. തുടർന്ന് ആ മനുഷ്യൻ പോകുന്നത് എങ്ങനെയാ? യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ടാ പോകുന്നത്. ഞാൻ ഇങ്ങനെയാണ് ആ മനുഷ്യൻ ഓരോ നിമിഷവും തന്റെ മകന്റെ സൗഖ്യം കേൾക്കാൻ കൊതിച്ച മുന്നോട്ട് പോകുന്നത്. ഇങ്ങോട്ട് വന്നത് തകർന്നവനാണെങ്കിൽ തിരിച്ചു പോകുന്നത് വലിയൊരു ഉറപ്പോടെയാ. ഇന്ന് സിജു ബ്രദർ പറഞ്ഞ പോലെ ആ ഹോളിൽ ചെന്ന് പോലും തന്റെ അകത്തന്ന് തോമസ് പറഞ്ഞൊരു വാക്ക്, തന്റെ അകത്തൊരു ധൈര്യമുണ്ട്. വൈദ്യശാസ്ത്രം കണ്ണ് എടുത്തു കളയണം, എടുത്തു കളഞ്ഞില്ലേ മറ്റേ കണ്ണിനും കൂടെ ഇൻഫെക്ഷൻ വന്നു പോകും, ജീവിതകാലം മുഴുവൻ അന്ധനായിരിക്കുന്ന വാർത്ത ലോകത്തുനിന്ന് കേട്ടു. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ലോകത്തിന്റെ വാക്ക് തളർത്തി കളഞ്ഞ സിജു ബ്രദറിന്റെ മനസ്സിനെ പരിശുദ്ധാത്മാവിടെ ഉറപ്പിച്ചു. അതെ, നിങ്ങൾക്കറിയാം, ഹോസ്പിറ്റലിൽ നിന്ന് ഏതാണ്ട് 12 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് വീട്ടിൽ ചെന്നു. 1 മാസത്തിന് ശേഷമാ ഈ പെരുമ്പാവൂര് TV മീറ്റിങ്ങിന് ഈ കുടുംബം പോകാൻ ഇടയായി തീർന്നത്. അവിടെ ചെന്നപ്പോഴും യേശു പറഞ്ഞു, ഞാൻ നോക്കിക്കേ എന്നെ കേൾക്കുന്നവരുടെ സിജു ബ്രദറിനെയും കുടുംബത്തെ യേശു എത്ര സ്നേഹിച്ചു. അവിടെ എത്രയോ കണ്ണ് കാഴ്ചയില്ലാതെ, എത്രയോ കണ്ണിന് അതെ മേലായികയായ കണ്ണ് പൊതിഞ്ഞു കെട്ടി വന്നവര്, അവരുടെ ഒന്നും സാക്ഷി എത്രത്തോളം അവിടെ നിന്ന് കേട്ടോ നമുക്കറിയത്തില്ല. അവരെല്ലാം സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ സിജു ബ്രദറിനെ കർത്താവ് മുന്നോട്ട് വിളിച്ച് സൗഖ്യം തന്നത് എന്തിനാന്ന് ചോദിച്ചാൽ സിജു ബ്രദറിനെ കർത്താവ് സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുവാൻ, ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്യുവാൻ നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം ഇന്ന് ആദ്യമായിട്ടായിരിക്കും. ഒരുപക്ഷെ ഇതിനു മുമ്പ് നിങ്ങൾ ഈ മീറ്റിങ്ങുകളിൽ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യുന്നവരായിരിക്കും. ഇതുവരെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലാത്തത് ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിക്കാൻ കഴിയും. യേശു പറഞ്ഞ വാക്ക് കേട്ടി മനുഷ്യൻ പോയി മുന്നോട്ട് ചെന്നപ്പോൾ എന്താണ് ഇനി താൻ കേൾക്കാൻ പോകുന്നത് നമുക്ക് കാണാം. പെട്ടെന്നൊന്ന് വായിച്ച
അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു. ആ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. ഓക്കെ, മതി. ബാക്കി താനും തന്റെ കുടുംബവും കർത്താവിൽ വിശ്വസിച്ചു. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വാക്ക്, സൗഖ്യമായി ഈ വ്യക്തി വന്നതെന്തിനാ? തന്റെ മകന് സൗഖ്യം കിട്ടുവാൻ, തന്റെ മകന്റെ മരണാവസ്ഥ മാറി തന്റെ മകന് ഒരു വിടുതൽ ലഭിക്കുവാൻ. ഇതിനു വേണ്ടി മാത്രമാണ് ഈ മനുഷ്യൻ വന്നത്. പക്ഷെ ഈ മനുഷ്യനെ വിടുതൽ മാത്രം കേട്ട് സ്തോത്രം പറഞ്ഞ ദൈവത്തോട് നന്ദി പറയുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ മകൻ സൗഖ്യമായ സമയം എപ്പോഴാ? അത് തനിക്ക് അറിയണം. കാരണം യേശു പറഞ്ഞ സമയത്ത് തന്നെ ഈ മകനെ, ഈ വ്യക്തിക്ക് അറിയാം. യേശു പറഞ്ഞ വാക്ക് എന്റെ മകന്റെ ശരീരത്തിലെ രോഗത്തെ, എന്റെ മകന്റെ ജീവിതത്തെ തകർക്കാൻ കൊണ്ടുവന്ന എന്താണോ അതിനെ മാറ്റാൻ ഈ വാക്കിന് കഴിയുമെന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ സാക്ഷ്യവുമായിട്ട് കണക്ട് ചെയ്ത് എന്നോട് ഈ വാക്യം ഇന്ന് ഈ കേൾക്കുന്നവരോട് പറയാൻ പറഞ്ഞത്, ആ വാക്ക് കേട്ട് പോയ മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? തന്റെ മകൻ സൗഖ്യമാകും. തൻ സാഹചര്യത്തെ നോക്കുന്നില്ല. തന്റെ ജീവിതത്തിൽ ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും തന്റെ കയ്യിലിരുന്ന പണത്തിന് ഒന്നിനും കഴിയാതെ ഇരുന്ന നിരാശരായി യേശുവിനെടുക്ക വന്ന മനുഷ്യനാ. പക്ഷെ ഇപ്പോൾ തന്നെ യേശു പറഞ്ഞ ഒറ്റ വാക്കിന്റെ മേളിൽ പത്രോസ് വലയിറക്കിയതുപോലെ യേശു പറഞ്ഞ വാക്ക് കേട്ട് ആ മനുഷ്യൻ പോയ, നമ്മൾ കേട്ടത് എന്താ? നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവേ നന്ദി എന്ന് പറയുന്നതിന് മുമ്പ് എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വാക്കാ, എന്റെ മകൻ ഏത് സമയത്താ എപ്പോഴാ സൗഖ്യമായത് എന്ന് പറഞ്ഞാൽ, യേശു നിന്റെ മകൻ സൗഖ്യമായിരിക്കുന്നു, നീ ധൈര്യമായി പോകുക എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവിടെ അത്ഭുതം നടന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് യേശുവിന്റെ വാക്കിന്റെ പവർ തന്നെയാ. അപ്പോൾ തന്നെ അത് പറഞ്ഞു വിട്ട യേശുവിന്റെ വാക്കുകൊണ്ട് മാത്രമല്ല, അത് സ്വീകരിച്ച ആ വിശ്വാസമാണ് ആ പിതാവിന് ആ വാക്ക് കേൾക്കാൻ. തന്റെ മകൻ എത്ര മണിക്കാ സൗഖ്യമായത് തനിക്കത് അറിയണം. എന്തുകൊണ്ട്? യേശു പറഞ്ഞ വാക്ക് താൻ അതുപോലെ സ്വീകരിച്ചു. തനിക്കിനി ആ കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല, തനിക്കിനി ആ കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. ഇനി അടുത്ത എവിടെയാ എന്റെ വിടുതലിന് വേണ്ടി പോകണം എന്നുള്ള ചിന്ത തനിക്കില്ല. താൻ തിരിച്ചു പോകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ തന്റെ അകത്ത് ഒരു ഉറപ്പുണ്ട്. അതല്ലേ നമ്മളിപ്പോ വായിച്ചത്? ഈ മകനെ കുറിച്ച് വന്ന ദാസന്മാരോട് ചോദിക്കുക, അവൻ എത്ര ഏത് സമയത്താ സൗഖ്യമായത്? അഥവാ ഇന്നലെ 7 മണിക്ക് യേശു എന്റെ മകൻ സൗഖ്യമായിരിക്കുന്നെന്ന് പറഞ്ഞ നാഴികയിൽ തന്നെ. നോക്കിക്കേ, ആ വന്നയാള് സമയം നോക്കിയില്ലേ വിനീത് ബ്രദറെ? കേട്ടയാള് സമയം നോക്കുക മാത്രമല്ല, ഈ പറഞ്ഞപ്പോൾ വീട്ടുകാര് കേട്ടിട്ടില്ല, വന്ന ദാസന്മാര് കേട്ടിട്ടില്ല. നോക്കിക്കേ, പരിശുദ്ധാത്മാവ് അവിടെ ഇടപെട്ട്. നോക്കിക്കേ, ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ മാത്രമല്ല ഈ ഉറപ്പ് കൊടുത്തത്, ഈ യേശു പറഞ്ഞ വാക്ക് കേൾക്കാതെ വീട്ടിലിരുന്നവരുടെ ഉള്ളിൽ പോലും. അതുകൊണ്ടല്ലേ സമയം ഞങ്ങൾ നോക്കിയില്ല, ഇന്നലെ വൈകുന്നേരം സൗഖ്യമായ എന്നല്ല പറഞ്ഞത്, ഇന്നലെ 7 മണിക്ക് സൗഖ്യമായി എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ സമയത്ത് തന്നെ സൗഖ്യമായെന്ന് വന്നവർക്ക് പോലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ ഇന്ന് ഏത് പ്രശ്നത്തിലാണ് ഇരിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ഇത് സാക്ഷ്യം പറഞ്ഞ അല്ലെങ്കിൽ ഈ സൂമിൽ നിന്ന് ലീഡ് ചെയ്ത ഞങ്ങൾക്ക് ആർക്കും നിങ്ങളെ കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷെ അറിയുന്ന ഒരാള് നിങ്ങളോട് സംസാരിക്കുക, പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഇന്ന് പകൽ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ ഒരൊറ്റ വാക്ക് മതി. യേശുവിന് കഴിയാത്ത ഒരു കാര്യമില്ല. നമ്മൾ തുടങ്ങിയത് എവിടെയാ? ലൂക്കോ 1:37. ദൈവത്തിന് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റാൻ, നിങ്ങളുടെ ശരീരത്തിന്റെ രോഗം മാറ്റാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതിനെ പരിഹരിക്കാൻ, അതിൽ നിന്ന് മാത്രമല്ല മുന്നോട്ടുള്ള ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തെ നമ്മൾ സിജുവറിൽ നിന്ന് കേട്ടു, ഒരു കണ്ണിന് കാഴ്ച മാത്രം കൊടുക്കുകയല്ല, തുടർന്ന് തന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ നിരകളാ. അത് മുഴുവൻ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് ചുരുങ്ങിയ വാക്കുകൊണ്ട് പറഞ്ഞത്. ഇന്ന് ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്നവരോട് ഒരു വാക്കും കൂടെ പറയട്ടെ. ഇന്ന് ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്നവർ, നിങ്ങൾ ഇനി തളരണ്ട, നിങ്ങൾ നിങ്ങളുടെ വിഷയത്തെ ഓർത്ത് ഭയപ്പെടേണ്ട. ഇന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ സിജുവർദ്ധനെ സൗഖ്യമാക്കിയ ഈ മീറ്റിങ്ങുകൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരാ. നിങ്ങൾ പല സാക്ഷ്യങ്ങൾ പല ദിവസങ്ങളായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആദ്യമായി കേൾക്കുന്നവരായാലും പറയാം, സിജുവർദ്ധർ ഞാൻ ഇന്ന് പകല് ഞങ്ങൾ ഒന്നിച്ച് സംസാരിച്ചപ്പോൾ ഇതിനു മുമ്പ് ഒരു മീറ്റിംഗിൽ ഇങ്ങനെ വന്നിട്ടില്ല, ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ താൻ കേട്ടിട്ടില്ല, ഈ ദൈവദാസന്മാരെ പരിചയമില്ല. പക്ഷെ കേട്ട വാക്കിനെ അതുപോലെ സ്വീകരിച്ചു. അതുപോലെ ഇന്ന് പകലും ഈ സൗഖ്യമാക്കിയ യേശു സിജുവർദ്ധറിന്റെ കണ്ണിന് കാഴ്ച കൊടുത്ത ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലും അവസ്ഥ
അവസ്ഥകളെ മാറ്റി യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ മതിയായവനാണെന്ന് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു നിമിഷം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഈ യേശു, ഞാൻ ഓർക്കുന്നുണ്ട് 2002 ഞാൻ കർത്താവിലേക്ക് വരുമ്പോൾ തങ്കു ബ്രദറാകട്ടെ, തോമസ് ആകട്ടെ പറയുന്ന ഒരു വാക്ക് എന്റെ ജീവിതത്തെ മാറ്റി. ഈ കോട്ടയം പട്ടണത്തിൽ ഞാൻ വളർന്നവനായിരുന്നു, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലായിരുന്നു. യേശു എന്നെ വിടുവിച്ചു എന്ന് തങ്കു ബ്രദർ പറയും, തോമസ് പറയും. എന്റെ വീടൊരു ഭ്രാന്താലയമായിരുന്നു. എന്റെ വീട്ടിലെ 4 പേര് ഓരോ റൂമിലും അതേപോലെ കിടക്കുമ്പോൾ ആ വീട്ടിൽ യേശു വന്നപ്പോൾ ഞങ്ങളുടെ വീടിനെ യേശു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വീടാക്കി. അങ്ങനെയാണെങ്കിൽ അന്ന് ഞാനും ഒരു കാര്യം കേട്ടു, തോമസ് ടുവറിന്റെ തങ്കുവറിന്റെ ജീവിതത്തിൽ ഈ യേശു അവരുടെ അവസ്ഥകളെ മാറ്റിയെങ്കിൽ 2002 തകർന്നു വന്ന എന്നെയും എന്റെ ജീവിതത്തെ മാറ്റാൻ ഈ യേശുവിന് കഴിയുമെന്ന് ഞാനും ഒരു പോഷനെ പോലെ അന്ന് കേട്ട വാക്കിനെ വിശ്വസിച്ചു. ഇന്ന് 20 വർഷം കൊണ്ട് എന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റി. ഇന്ന് ഞങ്ങൾക്ക് പറയുവാൻ ഒന്നേ ഉള്ളൂ, യേശു സ്നേഹമാ, യേശു നല്ലവനാ. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ അറിയുവാൻ കുറച്ച് വൈകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കുറച്ചും കൂടെ നേരത്തെ എന്റെ യേശുവിനെ രുചിക്കണം. ഈ സ്ത്രീനിരിക്കുന്ന സഹോദരൻ കൂടെ ചോദിച്ചാലും ഞങ്ങൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓവർ ടു ദിലീപ് ബ്രദർ. ഗോഡ് ബ്ലസ് യു സജീവ് ബ്രദറെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മൾ കേട്ടു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചു. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഇതിനുമേൽ കർത്താവിന്റെ കരം തൊട്ടിട്ടുണ്ടെന്ന് ഇന്ന് ഞങ്ങൾ ഈ മീറ്റിംഗിലൂടെ ഇരിക്കുന്നവർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മ ഇവിടെ അവസാനിക്കുന്നു, എങ്കിലും കർത്താവായിട്ടുള്ള കൂട്ടായ്മ അവസാനിക്കുന്നില്ല. ഇന്ന് പകൽ 11 മണിക്ക് താനദാസൻ കൗൺസിലർ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ചിറകടിയിൽ, അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 8:30 വൈകിട്ട് 8:30 കർത്താനദാസൻ തങ്കൂർ ശുശ്രൂഷിക്കുന്ന ഇന്നർ ചേംബർ മീറ്റിംഗ്. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓവർ ടു റോണക്. നമുക്ക് അങ്ങയുടെ അത്യന്ത സാന്നിധ്യത്തിനായി ഇന്നത്തെ ദിവസവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിയിരിക്കുന്ന ദിവസമാണല്ലോ. ഞങ്ങൾ തുള്ളിച്ചാടി സന്തോഷിച്ച് ആനന്ദിക്കും. അങ്ങ് ഇന്നും പറയുന്ന വാക്കുകൾ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നല്ലോ. നിങ്ങൾ എന്നെ ഇവയെക്കാലം ഞാൻ സ്നേഹിക്കുന്നു. Oh Father, let there be a release into every heart. Let your love embrace them. അങ്ങയുടെ ഈ ഒഴുകുന്ന സ്നേഹം എല്ലാരെയും പൊതിയുന്നതിനായി ആ ക്രിസ്തുവിൽ, ആ സ്നേഹത്തിൽ കർത്താവേ, അങ്ങയുടെ ചിറകിന്റെ അടിയിൽ, ആ ഉള്ളറയിൽ, ആ മാർവിൽ ചാരി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പരിശുദ്ധാത്മാവേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നാളെ രാവിലെയും ഇതുപോലെ ഒരു യാത്രയ്ക്ക് പോകാം. ഓൺ റൈസ് ആൻഡ് ഷൈൻ.